Okay, children. Here again we are discussing about biodiversity. But which topic of biodiversity? Yes, loss of biodiversity. The biological wealth of our planet has been declining rapidly, and the accusing finger is clearly pointing to human activities. Loss of biodiversity. It is not a doubtful process. There is no doubt in the continuous loss of biodiversity. This declining biological wealth of our planet is called loss of biodiversity. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കുറച്ച് പോയിന്റുകളിൽ കൂടെ ഒന്ന് കടന്നു പോവാം. That is about IUCN, a global organization which document and provide support for biodiversity conservation. And some examples for loss of biodiversity. ശരിയാണോ biodiversity എന്ന് നമുക്ക് എങ്ങനെ പറയാം? Some example, that is extinct life forms. Recently extinct life forms ന്റെ examples വെച്ചിട്ട്. Then biodiversity, loss of biodiversity by mass extinction. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നത് anthropogenic actions ആണെന്ന് പറഞ്ഞു. എന്നാൽ അതിന് മുൻപ് pre-human activity, that extinction is mass extinction. അതെങ്ങനെയാണെന്ന് നോക്കാം. Then effect of biodiversity loss on ecosystem. എക്കോസിസ്റ്റത്തിനെ എങ്ങനെ ഈ loss of biodiversity ബാധിക്കുന്നു എന്ന് നോക്കാം. Then causes of biodiversity loss. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെക്ഷൻ, that is evil quartet. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? IUCN, International Union of Conservation of Nature and Natural Resources. IUCN ഒരു ഓൾഡസ്റ്റ് ലാർജസ്റ്റ് ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്, വിച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് എൻകറേജ് സൊസൈറ്റീസ് ടു കൺസേർവ് ദ ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചർ. അങ്ങനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി സൊസൈറ്റീസിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവർ കുറേ ഡോക്യുമെന്റേഷൻസ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് അവര് സ്പീഷീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് under 9 categories for easy identification of risk of extinction. അതിൽ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി പറഞ്ഞ എന്താ? എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ആൾക്കാരാ, എക്സ്റ്റിങ്ക്റ്റ് ഫോംസ്. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഇനി ജസ്റ്റ് നിയർ ടു എക്സ്റ്റിങ്ഷൻ, അവരെ പറയും എൻഡേഞ്ചേർഡ്. അങ്ങനെ എൻഡേഞ്ചേർഡ് ആവണവരുടെ അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പിനെ തൊട്ടടുത്ത ഇതില് നിയർ ബൈ ഫ്യൂച്ചറിൽ അവര് എൻഡേഞ്ചേർഡ് ആവും. അപ്പൊ ആ ഗ്രൂപ്പിനെ ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന് പറയും. അങ്ങനെ അവര് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓൾ സ്പീഷീസ് ഇൻ ടു 9 categories. ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ എന്തിൽ അവൈലബിൾ ആണ്? അതിന് വേണ്ടിയിട്ട് അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് റെഡ് ഡാറ്റ ബുക്ക്. അപ്പൊ വാട്ട് ഈസ് റെഡ് ഡാറ്റ ബുക്ക്? വിച്ച് കണ്ടെയ്ൻ എ റെക്കോർഡ് ഓഫ് ഓർഗാനിസംസ് ഫേസിങ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും എന്ന റിസ്കിലേക്ക് ഉള്ള ജീവികളെ റെഡ് ഡാറ്റ ബുക്കിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ ജീവികൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവികൾക്ക് നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമാണ് അവരെ പിന്നീട് നമുക്ക് കാണാനായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ റെഡ് ഡാറ്റ ബുക്കിൽ വന്നിട്ടുള്ള ജീവികളെ അത്രയും കെയറിൽ എല്ലാ രാജ്യങ്ങളും അതിന് കെയർ കൊടുക്കണം എന്നുള്ളതിന്റെ പേരിലാണ് അതിന് റെഡ് ഡാറ്റ ബുക്കിലേക്ക് എൻട്രി കൊടുക്കുന്നത്. അപ്പൊ IUCN ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു 500 yearsന്റെ സ്റ്റഡീസ് നടത്തിയിട്ട് 784 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ വെച്ചാൽ 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് നിയർ ടു 87 പ്ലാന്റ്സ്. അങ്ങനെയാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതിന്റെ കണക്ക് IUCN 2004 ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അടുത്തത് നമ്മൾ എന്താണ്? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കുള്ള എക്സാമ്പിൾസ് ആണ്, ശരിയാണ് എന്ന് ഉറപ്പിക്കുന്ന എക്സാമ്പിൾസ്. അതിലൊരു കാര്യം നമ്മൾ പറയുന്നത്, പസഫിക് ഐലൻഡ്സിലെ കോളനൈസേഷൻ ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സ്.
ആ ഐലൻഡിൽ ഉണ്ടായിരുന്ന ഇത്രയ്ക്കധികം ബേർഡ്സ് എല്ലാം അവിടെ ആളുകളുടെ താമസം വന്നപ്പോൾ, കോളനൈസേഷൻ വന്നപ്പോൾ നശിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. ഐലൻഡ് ആയതുകൊണ്ട് ഐലൻഡ്സിലെ സ്റ്റഡി കുറച്ചും കൂടി ഈസി സ്പെസിഫിക് ആയിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ടാവും. എന്നാൽ ഈ എക്സ്റ്റിങ്ക്ട് ലൈഫ് ഫോംസിന് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഇവര് വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറയാം ഈ പറഞ്ഞ ജീവികളൊക്കെ മുൻപ് ജീവിച്ചിരുന്നു, ഇപ്പൊ ഇവരൊന്നും കാണാനില്ല. നോ ലോങ്ങർ ഫൗണ്ട് എനിവേർ, എവിടെയും കാണാനില്ല, അവര് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതെയായി പോയി. അതിനെയാണ് എക്സ്റ്റിങ്ക്ട് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾസ്, ഇവർ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കണം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. അപ്പൊ ദ വൺ ഡോഡോ ബേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ദേ ആർ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അതുകൊണ്ട് തന്നെ അതിനെ വേഗം പിടിച്ച ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വഴി നശിച്ചു പോയതാണ് ഇതൊക്കെ ഡോഡോസ്. അതുപോലെ വേറൊന്ന് ക്വാഗ. ക്വാഗ ഒരു സീബ്ര ആണ്, സീബ്ര ഹോഴ്സ് പോലെയുള്ള ഒരു സീബ്രയാണ്. അപ്പോ ഇത് ആഫ്രിക്കയിൽ കണ്ടിരുന്നതാണ്, ഇപ്പൊ അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. ദെൻ തൈലാസിൻ, ഓസ്ട്രേലിയയിൽ നിന്ന് ഇല്ലാതെയായി പോയ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽ ആണ് തൈലാസിൻ. ഇത് മാർസൂപ്പിയൽ, നമ്മുടെ കങ്കുരുവിന്റെ ഒരു ഗ്രൂപ്പിലൊക്കെ വരുന്നതാണ്. കണ്ടില്ലേ, അതിനൊരു പൗച്ചൊക്കെ ഉണ്ട് കണ്ടോ. അപ്പൊ ടാസ്മാനിയൻ ടൈഗർ ഓർ തൈലാസിൻ. ഇത് സ്റ്റെല്ലേഴ്സ് സീകൗ എന്ന് പറയും, കടൽ പശു. ഇത് മെറൈൻ ആണ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് കടലിലൊക്കെ അത്രയും വലിയ ഒരു മാമലാണ്. അപ്പോ മാത്രമല്ല ഇവർക്കും എന്താണ്, ഇവരെയൊക്കെ വന്ന് ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുകൾ ഇവർക്കും വളരെ കുറവായിരുന്നു. അപ്പൊ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വഴി തന്നെയാണ് ഇത് നശിച്ചു പോയത്. പിന്നെ കുറച്ച് ടൈഗർ സ്പീഷീസ് ഉണ്ട്, സബ് സ്പീഷീസ് ഓഫ് ടൈഗേഴ്സ്, ദ ജവാൻ, ദ ബാലി ആൻഡ് ദി കാസ്പിയൻ. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നതല്ല, എന്നാലും ഒരു അഡീഷൻ ആയിട്ട് തന്നതാണ്, ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. ദാറ്റ് ഈസ് എന്താ പറയാ, ഇതിനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, പക്ഷെ ഇനി ഇത് ആകെ ഒരു 100ന് താഴെ നമ്പേഴ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വൈൽഡിൽ കാണില്ല, അതായത് കാട്ടിലൊന്നും കാണില്ല. ഇതിനെ പിടിച്ചിട്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയി പരിഗണിച്ചേക്കാണ്, അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അടുത്ത നിയർ ബൈ ഫ്യൂച്ചറിൽ ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അതുകൊണ്ട് അത്രയും കെയറിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനെ ബ്ലൂ പാരറ്റ്, അതുപോലെ തന്നെ ഈ റൈനോ, ദാറ്റ് സുമാട്രൻ റൈനോ പറയും, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള റൈനോസ് ആണ്. വിത്ത് 2 ഹോൺഡ് റൈനോസ്, അതും വളരെ റെയർ ആണ്. ഈ സുമാട്രൻ ദാറ്റ് സുൻഡ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ട്സ്പോട്ട്, നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറഞ്ഞു, അവിടെയൊക്കെ കാണുന്നതാണ്. നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ആലോചിക്കുന്നത് ത്രെട്ടൻഡ് സ്പീഷീസ് ആണ്. എന്ന് വെച്ചാൽ എൻഡേഞ്ചേർഡ് നമ്മൾ പറഞ്ഞു, നേരത്തെ കണ്ടല്ലോ. ആ എൻഡേഞ്ചേർഡ് തന്നെ, എൻഡേഞ്ചേർഡ് ആർ ദ വൺസ് വിച്ച് ആർ ഇൻ ഡേഞ്ചർ ഓഫ് ബിക്കമിങ് എക്സ്റ്റിങ്ക്റ്റ്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും എന്നുള്ള ഇതിലുള്ളതാണ് എൻഡേഞ്ചേർഡ്. അങ്ങനെയുള്ള എൻഡേഞ്ചേർഡിന് വേറൊരു എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ, പിഗ്നോസ് ഫ്രോഗ്, പാതാളമൂക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഹ്യാദ്രി വെസ്റ്റേൺ ഘാട്ടില് കാണുന്ന അവിടത്തെ സ്പെസിഫിക് ആയിട്ടുള്ള എൻഡമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇത് ഏറ്റവും എന്താ പറയാ, ഭൂമിയുടെ അടിയിൽ പോയിട്ട് ആണ് ഇത് ജീവിക്കുക. എന്നിട്ട് മഴക്കാലമൊക്കെ വരുമ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം അത് പുറത്തേക്ക് കയറി വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫ്രോഗ്സ് ആണ്. പക്ഷെ ഇതിന്റെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഇതിനെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ പിഗ് നോസ് ഫ്രോഗ് എന്ന് അതിനെ പറയുന്നു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ തന്നതാണ്. ദെൻ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യം, ഏത് വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പാണ് ഏറ്റവും വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സ്റ്റിങ്ഷൻ അക്രോസ് ടാക്സ ആർ നോട്ട് യൂണിഫോം. എല്ലാ ടാക്സയിലും ഒരേപോലെ അല്ല എക്സ്റ്റിങ്ഷൻ. എല്ലാ കാറ്റഗറീസും ആനിമൽ പ്ലാന്റ് കാറ്റഗറീസിന്റെയും എക്സ്റ്റിങ്ഷൻ റേറ്റ് ഒരേപോലെ അല്ല. നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റിയും
ഡിഫറെന്റ് ആണ് ടാക്സയിൽ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്റ്റിങ്ഷൻ റേറ്റും ഡിഫറെന്റ് ആണ്. സം സ്പീഷീസ് ആർ മോർ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ ദാൻ അതേഴ്സ്. അപ്പൊ നമ്മളൊന്ന് നോക്കി നോക്കൂ, വേൾഡ് വൈഡ് ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇത്രയും പെർസെൻറ്റേജ് ആണ് ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ. ഒന്ന് നോക്കിയാൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ കാണുന്നത്? ആസ് ദ ആംഫിബിയൻസ് 32% ആണ്. അതുകൊണ്ട് ദേ ആർ മോർ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ആംഫിബിക്ക് എപ്പോഴും ക്ലീൻ ഫ്രഷ് വാട്ടർ വേണം. അപ്പോ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ അതെല്ലാം അതിന്റെ വാട്ടർ ക്വാളിറ്റീസ്, സോയിൽ ക്വാളിറ്റി ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഫക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് എഫക്റ്റ് ആയിട്ട് വേഗം എഫക്ട് ചെയ്യുന്നത് ആരെയാ? ആംഫിബിയൻസിനെ. അപ്പോ over 1/3 of all non-amphibian species were facing extinction threats. Currently, there are over 700-800 species of amphibians found worldwide. India is home to over 420 species of amphibians, and many of these are found nowhere else in the world. ലോകത്ത് വേറെ എവിടെയും കാണാത്ത വളരെയധികം സ്പീഷീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ എല്ലാതും ഇപ്പോ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ. കണ്ട, വെരി വൾണറബിൾ, ദേ ആർ നിയർ ഓർ ഇൻ ഡേഞ്ചർ ഓഫ് ബിക്കമിങ് എക്സ്റ്റിങ്ക്ട് എന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത്രയും വരാൻ കാരണം അവര് അത്രയും ഫ്രഷ് വാട്ടർ, ക്ലീൻ ഫ്രഷ് വാട്ടർ അവർക്ക് ആവശ്യമാണ്. അപ്പൊ ഒരു ക്ലൈമാറ്റിക് ചേഞ്ചിനെ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് പറയാം ആംഫിബിയൻസ് അവിടെ ഇല്ലാതെ ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് പറയാവുന്നത് എന്താണ്? അവിടെ വളരെയധികം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആംഫിബിയൻസ് ആർ വെരി വൾണറബിൾ ഫോർ എക്സ്റ്റിങ്ഷൻ. ഇനി വേറൊന്ന്, നമ്മള് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു ഫാക്ടർ ഏതാ? മാസ് എക്സ്റ്റിങ്ഷൻ ആണ്. എന്താ മാസ് എക്സ്റ്റിങ്ഷൻ? ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ ലോസ് ഓഫ് സ്പീഷീസ് വിതിൻ ഷോർട്ട് ടൈം. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. വളരെ പെട്ടെന്ന് കുറേ സ്പീഷീസ് നശിക്കുക, ഇല്ലാതെയാവുക. അതിനെയാണ് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എണ്ണം ഇല്ലാതെയാവുക. എ റാപ്പിഡ് ഡിക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡില് ഇതുവരെ ഒരു 5 എപ്പിസോഡ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ പേരുകളൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. അപ്പോ ഓർഡോവിസിഷ്യൻ ഓർ സൈലൂറിയൻ എക്സ്റ്റിങ്ഷൻ, ഡിവോണിയൻ എക്സ്റ്റിങ്ഷൻ, പെർമിയൻ ട്രിയാസിക് എക്സ്റ്റിങ്ഷൻ, ട്രിയാസിക് ജുറാസിക് എക്സ്റ്റിങ്ഷൻ, ക്രിറ്റേഷ്യസ് ആൻഡ് ടെറിഷറി എക്സ്റ്റിങ്ഷൻ. അങ്ങനെ ഡിഫറെന്റ് ടൈം ബീങ്ങിലാണ് ഈ എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫിഗറിലും കാണാൻ, കണ്ടോ, ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി എത്തും, പിന്നെ അത് പെട്ടെന്ന് ഇല്ലാതെയാവുന്നു. കൂടുതൽ ബയോഡൈവേഴ്സിറ്റി എത്തുന്നു, കണ്ടോ, ബയോഡൈവേഴ്സിറ്റി എത്തുന്നു, വീണ്ടും ഇല്ലാതെയാവുന്നു, വീണ്ടും കൂടുതൽ എത്തുന്നു, ഇല്ലാതെയാവുന്നു. അങ്ങനെ ഡിഫറെന്റ് എക്സ്റ്റിങ്ഷൻ, മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട് ഒരു ഡിഫറെന്റ് പീരീഡ് ഓഫ് ലൈഫിൽ. അങ്ങനെയാണ് ഈ ഡിഫറെന്റ് ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അപ്പൊ നമ്മള് ഡിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയ കാര്യം നമുക്കറിയാം. അതാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നടന്നേക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഡോഡും ടൈലാസിന്റെയും എക്സ്റ്റിങ്ഷൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റിങ്ഷൻ ഇത്രയും നടന്നു എന്നുള്ള കാര്യങ്ങള് ഫോസിൽ റെക്കോർഡുകളും റീഫ് ഗ്യാപ്പ് എന്ന് പറയും. അതായത് ഓരോ എക്സ്റ്റിങ്ഷൻ കഴിയുമ്പോഴും കോറൽ റീഫ്, അതുവരെ ഉണ്ടായ കോറൽ റീഫ് ഡീനേച്ചേർഡ് ആയിട്ടുണ്ടാവും. വീണ്ടും അത് അവിടെ റിക്കവർ ചെയ്യാനായിട്ട് വീണ്ടും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. ഈ കോറൽ റീഫ് ഉണ്ടാവാനായിട്ട് തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. അങ്ങനെ പഴയ കോറൽ റീഫിന്റെ ആ ഒരു കണ്ടീഷൻ എത്തിയോ എന്നുള്ള ഒരു സ്റ്റഡിയിലാണ് റീഫ് ഗ്യാപ്പ് എന്നാണ് അതിന് പറയാ. അത് വെച്ചിട്ടും കൂടിയാണ് ഈ മാസ് എക്സ്റ്റിങ്ഷൻ ഏതൊക്കെ സമയങ്ങളിൽ നടന്നു എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യമല്ല കേട്ടോ. മാസ് എക്സ്റ്റിങ്ഷൻ എന്താണെന്ന് പഠിച്ചിരിക്കണം, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യം. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് കാര്യമായി പഠിക്കാനുണ്ട്. ആർ വി ഫേസിങ് 6th മാസ് എക്സ്റ്റിങ്ഷൻ? ഇപ്പൊ നടക്കുന്ന പ്രോഗ്രസീവ് എക്സ്റ്റിങ്ഷന്റെ പേരാണ് 6th മാസ് എക്സ്റ്റിങ്ഷൻ. ഇത് unlike the previous mass extinction, this one is due to anthropogenic action. ഹ്യൂമൻ ആക്ഷൻ വഴിയാണ്. അപ്പോ ഈ ഹ്യൂമൻ ആക്ഷൻ വഴിയാണ് എന്ന് പറയുന്നത് മാത്രമല്ല, ഈ എക്സ്റ്റിങ്ഷൻ റേറ്റ് വെരി ഫാസ്റ്റ്
faster, 100 to 1000 times faster than pre-human time. ഇതിന് മുമ്പുണ്ടായ മാസ് എക്സ്റ്റിങ്ഷനേക്കാളൊക്കെയും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കണേന്നാണ് പറയുന്നത്. 100 to 1000 times faster. അപ്പോൾ ഈ the present trend continue, nearly half of all the species on earth might be wiped out within the next 100 years. ഒരു 100 കൊല്ലം കൂടി ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ എല്ലാതും ഒരു ഹാഫും ഇല്ലാതെയായി പോകും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ല. എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് എവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. ഇത് പ്രൊഫസർ ഡാനിയൽ റോത്ത്മാൻ ഒരു സ്റ്റഡി നടത്തിയേക്കുന്നത്. ഭൂമിയിലെ ഓഷ്യനിലെ കാർബണിന്റെ അളവ് ഇതിന് മുമ്പത്തെ മാസ് എക്സ്റ്റിങ്ഷനിലൊക്കെ ഒരളവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റഡി പറയുന്നത്. ആ കാർബണിന്റെ അത്രയും അളവ് എത്തുന്നത് 2100 അത് എന്തായാലും എത്താനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 2100 സിക്സ്ത് മാസ് എക്സ്റ്റൻഷൻ ട്രിഗർ ചെയ്യുമെന്നാണ് പ്രൊഫസർ ഡാനിയൽ റോത്ത്മാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബണിന്റെ അളവ് കൂടാതെ ഇരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സിക്സ്ത് മാസ് എക്സ്റ്റൻഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എഫക്ട്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. വിച്ച് ആർ ദ എഫക്ട്സ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ. എന്തൊക്കെയാ ഉണ്ടാവുക നമുക്കറിയാം. ബയോഡൈവേഴ്സിറ്റി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പ്ലാന്റ് ഉണ്ടോ? പ്ലാന്റ് ഇല്ലെങ്കിൽ അവിടെ ഒന്നും ഫുഡ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ കണ്ടില്ലേ എങ്ങനെ ഇരിക്കും? ഹാബിറ്റാറ്റ് ലോസ് ടു മെനി ഓഫ് ദ ആനിമൽസ്. അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുമല്ലോ, എല്ലാ കണ്ടീഷനെയും എഫക്ട് ചെയ്യും. അങ്ങനെ ഡ്രോട്ട്, ഹീറ്റ്, സലിനിറ്റി അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. എൻവയൺമെന്റൽ ചേഞ്ചസ് അതിനൊന്നും റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയൺമെന്റൽ പെർട്ടർബേഷൻസ്, ആ എൻവയൺമെന്റൽ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ എൻവയൺമെന്റൽ ചേഞ്ചസ്, ഡ്രോട്ട്, ഹീറ്റ്, സലിനിറ്റി ഇതൊക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കണ്ടീഷൻസ് നഷ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സം എക്കോസിസ്റ്റം പ്രോസസ്സസ്. നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരേപോലെ നിൽക്കുക, എന്താണ് സസ്റ്റെയിൻ ചെയ്യാം, ഒരേ കണ്ടീഷൻ കാണിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ എക്കോസിസ്റ്റം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ. എന്നാൽ ഇവിടെ വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും. പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിയില്, വെള്ളത്തിന്റെ അളവില്, അതുപോലെ പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിള് അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സം എക്കോസിസ്റ്റം പ്രോസസ്സസ്. അപ്പൊ ഈ 3 എഫക്റ്റുകൾ ഒന്ന് പഠിച്ചിരിക്കുക. ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ വിച്ച് ലീഡ് ടു ഡിക്ലൈൻ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാബിറ്റാറ്റ് ലോസ് ടു മെനി ഓഫ് ദ ആനിമൽസ്. ദെൻ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, അതാണ് നമ്മൾ പറഞ്ഞത് ഈവിൾ ക്വാർട്ടറ്റ് എന്ന്. ഈവിൾ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്? ഒരു 4 പ്രധാന കാര്യങ്ങളാണ് ഡൈവേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ളത്. വിച്ച് ആർ ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. Which are the evil quartet? Habitat loss and fragmentation, over exploitation, alien species invasion and co-extinction. അപ്പൊ ആദ്യത്തത് നമുക്ക് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. നോക്കൂ, കണ്ടോ ഇവിടെ എത്ര തിക് ഫോറസ്റ്റ്, അതിനെയൊക്കെ പിടിച്ച് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ എന്താ പറയാ? ഹാബിറ്റാറ്റ് ലോസ് എന്നല്ലേ പറയാ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ ഇത് ചെയ്തു, കട്ട് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെന്റ്സ് അല്ലെ, വലിയ ലാർജ് ഹാബിറ്റാറ്റ് കട്ട് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെന്റ്സ്, അതാണ് ഇവിടെ നടത്തിയത്. എക്സാമ്പിൾ പറഞ്ഞാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് അത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. എന്തിനൊക്കെ? പല പല ഹ്യൂമൻ ആക്ടിവിറ്റീസിന്. ഒരു എക്സാമ്പിൾ സോയാബീൻ കൾട്ടിവേഷനാണ്. വേറൊന്ന് ഗ്രാസ് ലാൻഡ് ഫോർമേഷൻ ഫോർ റേസിംഗ് ബീഫ് കാറ്റിൽ, ബീഫ് പ്രൊഡക്ഷന് വേണ്ടി കാറ്റിലിനെ വളർത്താൻ അങ്ങനെ ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് വലിയ കാടുകളൊക്കെ ഇതുപോലെ ആക്കുക. അപ്പോ ഇതെല്ലാം ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നടക്കുന്ന പരിപാടികളാണ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും എവിഡൻസോട് കൂടിയിട്ടാണ് അവരത് പറയുന്നത്. ദെൻ 14% ഓഫ് ലാൻഡ് സർഫസ് ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നൗ ഡിക്ലൈൻഡ് ടു 6%. നമ്മുടെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ കണ്ടല്ലോ, ഏറ്റവും ആ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇല്ലാതെയായി മാറുകയാണ്. 14% ഉണ്ടായിരുന്നത് ഇപ്പൊ 6%. ഇപ്പൊ അതും ഇല്ല. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ഡാറ്റ 2006 ഡാറ്റയാണ്, അന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന ബുക്കാണത്.
Then when a large habitat becomes fragmented, ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? പ്ലാന്റ് പ്രൊഡക്ഷൻ കുറയും, ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് അവിടെ അതിൽ മാറ്റം വരും അല്ലെ? ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണോ ഇവിടെ വരിക? അല്ല. ആൻഡ് ഡിസ്ട്രോയ്സ് ദ ഹോംസ് ഓഫ് മെനി ഓഫ് ആനിമൽസ്, പല ജീവികളുടെയും വീട് ഇല്ലാതെയായി പോയിട്ടുണ്ട്. അപ്പൊ അവർ അത്രയും ജീവികൾ ഇല്ലാതെയാവുകയാണല്ലോ ചെയ്യുന്നത്. റിസൾട്ടിങ് പൊല്യൂഷൻ ത്രെട്ടൻസ് ദ സർവൈവൽ ഓഫ് മെനി സ്പീഷീസ്. അപ്പൊ പൊല്യൂഷൻ ഉണ്ടാവുന്നു, ആ പൊല്യൂഷൻ പല സ്പീഷീസ് ഇല്ലാതെയാക്കുന്നു. ആൻഡ് ആനിമൽ റിക്വയറിംഗ് ലാർജ് ടെറിട്ടറീസ് ആർ അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. ചില ജീവികൾക്ക്, എക്സാമ്പിൾ ദ മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ ലാർജ് മാമൽസ് ലൈക്ക് എലിഫൻസ്, അവർക്കൊക്കെ കിലോമീറ്റേഴ്സ് ആണ് അവരുടെ ഹോം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഏരിയ വേണം അവർക്ക് അവരുടെ ഫുഡ് ക്യാപ്ചറിങ്ങിനും അവരുടെ ഒരു ജീവിതത്തിനുമായിട്ട്. പക്ഷെ അപ്പൊ അത്രയും ടെറിട്ടറീസ് വേണ്ട ജീവികൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇത്രയും കുറച്ച് കാട് മാത്രം കൊടുത്താൽ ഇല്ല. അപ്പോ അത്രയും അതെല്ലാം എഫക്റ്റഡ് ആവും. അതൊക്കെ നമുക്ക് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷന്റെ എഫക്ട്സ് ആയിട്ട് പറയാം. ദെൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നേരത്തെ നമ്മൾ കണ്ടല്ലോ സ്റ്റെല്ലേഴ്സ് സീ കൗ, അതിനെ ആളുകൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അത് നശിച്ചു പോയത് എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അത്യാഗ്രഹം കൊണ്ടാണ് ആളുകൾ എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ കണ്ടിന്യൂഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് സ്പീഷീസ് ബിക്കം ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഗ്ലോബൽ വാർമിംഗ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് വെതർ സിസ്റ്റംസ് ഓൾ ആർ ഡിസ്റ്റർബ്ഡ്. അതെല്ലാം ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നു. പാസഞ്ചേഴ്സ് പിജിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആനിമലിന്റെ പേരും കൂടി നിങ്ങളുടെ ഇതിവിടെ പറയുന്നുണ്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷന്റെ എക്സാമ്പിൾ ആയിട്ട്. Then alien species invasion. Alien species are species that occur outside their natural range. ആ സ്ഥലത്ത് കാണുന്നതല്ല, അവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ള അവിടേക്ക് വന്നു ചേർന്നിട്ടുള്ള കുറച്ച് സ്പീഷീസിനെയാണ് എന്ത് പറയാ? ഏലിയൻ സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, പുറമേന്ന അന്യഗ്രഹ ജീവി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ നമ്മളുടെ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുളത്തിലേക്ക് കൊണ്ടുവന്നിട്ടേക്കാണ് ഈ മീനിനെ. നോക്കൂ, ഇത് ലേക്ക് വിക്ടോറിയയില് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട ഒരു ഫിഷാണിത്. നൈൽ പേർച്ച് എന്ന് പറയും. അവിടെയുള്ള കോമൺ ഒറിജിനൽ ഫിഷസ് ഉണ്ട്, എൻഡമിക് സ്പീഷീസ് ഉണ്ട്. അത് ഒരു സിച്ചിൽഡ് ഫിഷസ് എന്ന് പറയും. ഒരു 200 വെറൈറ്റീസ് ഓഫ് സിച്ചിൽഡ് ഫിഷസ് ഉണ്ടായിരുന്നു ഈ വിക്ടോറിയ ലേക്കിൽ നിന്നാണ് പറയണേ. പക്ഷെ ഇവര് ഈ ഏലിയൻ സ്പീഷീസ് ആയിട്ട് വന്ന നൈൽ പേർച്ച് ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതും ഭയങ്കര പ്രിഡേറ്ററിയാണ്. അപ്പോ ഇതിനെല്ലാം അത് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്ത് പിന്നെ ആരില്ലാണ്ടായി? സിച്ചിൽഡ് ഫിഷ് മൊത്തത്തിൽ തന്നെ ഇല്ലാണ്ടായി. കാരണം രണ്ടിന്റെയും ഷെയറിങ് പ്ലേസസ് കുറെ കാര്യങ്ങൾ അവര് കോമ്പീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ മാത്രമല്ല അതിനെ കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതില്ലാതെയായി പോയി. അപ്പോ ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് മേ കോസ് ഡാമേജ് ടു ദ ഇൻഡിജീനിയസ് സ്പീഷീസ്, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ when it cause damage to the indigenous species or disturb the ecosystem, then the alien species is called invasive species. And ഈ ഏലിയൻ സ്പീഷീസിനെ ആരോ കൊണ്ടൊന്നും ഇടുക? സാധാരണ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, ഡെലിബറേറ്റ്ലി ഓർ അൺഇൻറ്റൻഷനലി ഇൻട്രൊഡ്യൂസ്. ഇപ്പൊ നമ്മള് ചില അക്വേറിയം ഫിഷസിനെ ഒക്കെ വാങ്ങിക്കും. അപ്പൊ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നുമ്പോൾ തൊട്ടടുത്ത കുളങ്ങളിലൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ ഇതുപോലെയാണ് സംഭവിക്കുക. അവിടെയുള്ള ഇൻഡിജീനിയസ് സ്പീഷീസിനെ അവര് നശിപ്പിച്ചു എന്ന് വരാം. അങ്ങനെ നശിപ്പിച്ചാൽ ഏലിയൻ സ്പീഷീസ് ആർ കൺസിഡർ ആസ് ഇൻവാസീവ് സ്പീഷീസ്. അപ്പൊ ഇൻവാസീവ് സ്പീഷീസ് ആവുമ്പോ ഈ ഏലിയൻ സ്പീഷീസ് ആരാ? ഹാംഫുൾ ടു എക്കോസിസ്റ്റം ആയിട്ടുണ്ടാവും. അപ്പോ ഏതൊക്കെ ഏലിയൻ സ്പീഷീസ് ആണ് ഇൻവാസീവ് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആയി കഴിയുമ്പോഴാണ് അതിനെ പറ്റി അറിയുന്നത്. അപ്പൊ ഇൻവാസീവ് സ്പീഷീസിനെ കോമ്പീറ്റ് വിത്ത് ദ നേറ്റീവ് സ്പീഷീസ്. മാത്രമല്ല മേ സ്പ്രെഡ് ഡിസീസസ്, എഫക്ട് വാട്ടർ അവൈലബിലിറ്റി, ഡാമേജ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ ന്യൂട്രിയൻസ് ഓർ ചേഞ്ചസ് ദ കണ്ടീഷൻസ് ഓഫ് ദ എൻവയൺമെന്റ്. ഈ പുതിയ എൻവയൺമെന്റിൽ പല പല മാറ്റങ്ങൾ അത് വരുത്തിന്ന് വരാം. അതുകൊണ്ടാണ് അതിനെ ഇൻവാസീവ് സ്പീഷീസ് എന്ന് പറയാപ്പോ. Then which are the examples? ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. നൈൽ പേർച്ചിനെ നമ്മൾ പറഞ്ഞു. The one is carrot grass, lantana, water hyacinth or ഐക്കോർണിയ, ആഫ്രിക്കൻ കാറ്റ്ഫിഷ്.
ഒരു പടം കൂടി നോക്കി നോക്കാം. ലാൻറ്റാന, അരിപ്പൂ എന്ന് പറയുന്നത് അല്ലെ, ചിത്രം കണ്ടാൽ നിങ്ങൾ മറക്കില്ല. അതുപോലെ കസ്ക്യൂട്ട, ഇതും ഒരു ഇൻവാസീവ് സ്പീഷീസ് ആണ്. അത് നിങ്ങൾ പാരസൈറ്റ് പോലെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ദെൻ ഐക്കോർണിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ പാർത്തീനിയം, കോൺഗ്രസ് പച്ച എന്നൊക്കെ പറയും, അതും ഒരു ഇൻവെസീവ് സ്പീഷീസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നന്നായി പഠിക്കാം. ദെൻ അനദർ ഫീച്ചർ ഈസ് കോ എക്സ്റ്റിങ്ഷൻ. അടുത്ത ഈവിൾ ക്വാർട്ടറ്റിൽ വരുന്ന ഒന്നാണ് കോ എക്സ്റ്റിങ്ഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എക്സ്റ്റിങ്റ്റ് ആവണു, ഒപ്പം എക്സ്റ്റിങ്റ്റ് ആവുക, ഒരാൾ എക്സ്റ്റിങ്റ്റ് ആവുക, അടുത്ത ആളെയും എക്സ്റ്റിങ്റ്റ് ആക്കുക, അതാണ്. അപ്പൊ ലോസ് ഓഫ് എ സ്പീഷീസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് അനദർ സ്പീഷീസ്. ഒരു സ്പീഷീസ് എക്സ്റ്റിങ്റ്റ് ആയാൽ അത് വേറൊരു സ്പീഷീസിന്റെ എക്സ്റ്റിങ്റ്റിനും കൂടി കാരണമാവുക. When a species becomes extinct, the associated species also become extinct. അപ്പൊ this results simultaneous extinction of 2 or more species. ഒരെണ്ണ എക്സ്റ്റിങ്റ്റ് ആവുമ്പോൾ അടുത്തത് എക്സ്റ്റിങ്റ്റ് ആവുക പറഞ്ഞാൽ ട്രോഫിക് ലെവലിൽ നമ്മൾ പറഞ്ഞു സ്പീഷീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്, ലിങ്ക്ഡ് ടുഗദർ ഇൻ ടേംസ് ഓഫ് ഫുഡ് ചെയിൻ ഓർ ഫുഡ് വെബ്. അതുകൊണ്ട് ഒരു സ്പീഷീസ് എക്സ്റ്റിങ്റ്റ് ആയ അടുത്ത സ്പീഷീസും അതുമായി ബന്ധപ്പെട്ട ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്പീഷീസും എക്സ്റ്റിങ്റ്റ് ആവാം. എക്സാമ്പിൾ ആയിട്ട് നല്ലൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് എക്സാമ്പിൾ? ദ ഡോഡോ ബേർഡ് ആൻഡ് ദ ട്രീ, ഹാൽവേരിയ ട്രീ. ഇപ്പൊ മൊറീഷ്യസിൽ കണ്ട ഡോഡോ ബേർഡ് എക്സ്റ്റിങ്റ്റ് ആയി പോയി കഴിഞ്ഞപ്പോ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് അവിടെ വേറെ ഈ ട്രീയുടെയും അധികം നമ്പർ കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ വന്നിട്ടുള്ള സ്റ്റഡീസിൽ നിന്നാണ് മനസ്സിലായത് ഈ ട്രീയുടെ സീഡ് മുളയ്ക്കണമെങ്കിൽ ഈ ഡോഡോ ബേർഡ് അതിനെ ആ ഫ്രൂട്ട് ഭക്ഷിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിന്റെ അൺഡൈജസ്റ്റഡ് മെറ്റീരിയലിൽ കൂടെ പുറത്തു പോകണം, അതിന്റെ ഫീക്കൽ മാറ്ററിൽ കൂടെ പുറത്തു വരുന്ന സീഡാണ് അതിനെ മുളച്ച് വീണ്ടും വരാനായിട്ടുള്ള കഴിവുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോ ഇപ്പൊ ഈ തരം ഈ സീഡ് ടർക്കികൾക്ക് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഡോഡോ ആൻഡ് ഡിപ്പെൻഡന്റ് പ്ലാന്റ് ഈസ് എൻ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ കോ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഈ തരം കോ എക്സ്റ്റിങ്ഷൻ എല്ലാ ഫീൽഡിലും വരാം. അതായത് ഒരു പോളിനേറ്റർ എക്സ്റ്റിങ്റ്റ് ആയ ഡിപ്പെൻഡന്റ് പ്ലാന്റ് പോവാം, അല്ലെങ്കിൽ പ്രിഡേറ്റർ എക്സ്റ്റിങ്റ്റ് ആയ പ്രേയും പിന്നീട് എക്സ്റ്റിങ്റ്റ് ആയി പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടൈഗർ എക്സ്റ്റിങ്റ്റ് ആയ അതുമായി റിലേറ്റ് ചെയ്ത ബാക്കി ഫുഡ് ചെയിനും എക്സ്റ്റിങ്റ്റ് ആവും. ആദ്യം നിലനിൽക്കും, പക്ഷെ പിന്നീട് എക്സ്റ്റിങ്റ്റ് ആയി പോകും. കോ എക്സ്റ്റിങ്ഷൻ എഫക്ട്സ് ഹെർബിവോർസ് ആൻഡ് ദെയർ ഹോസ്റ്റ് പ്ലാന്റ്സ്. അപ്പോൾ ഹെർബിവോർ എക്സ്റ്റിങ്റ്റ് ആയി പോയ ആ ഹോസ്റ്റ് പ്ലാന്റും എക്സ്റ്റിങ്റ്റ് ആവാം, അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റ് എക്സ്റ്റിങ്റ്റ് ആയ ഹെർബിവോർസും എക്സ്റ്റിങ്റ്റ് ആവാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ വിച്ച് ആർ ദ ഈവിൾ ക്വാർട്ടറ്റ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഈ പിക്ചർ ഓർമ്മയിൽ നിർത്തുക. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ ആൻഡ് ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. അടുത്തത് നമുക്ക് കൺസർവേഷൻ പഠിക്കാം.